ഖുർആൻ ക്ലാസ്സിൽ അൽ ബഖറയിലെ 143 ആയത്ത് മുതലാണ് ഇന്ന് വായിക്കുന്നത്. ഇതുവരെ പറഞ്ഞിരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള മുഹമ്മദിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ചില വെളിപാടുകളാണ് ഇനി നമ്മൾ ഖുർആനിൽ കാണുന്നത്. അൽ ബഖറയിലെ 143 വാക്യം ഞാൻ വായിക്കാം. തങ്ങൾ ആയിരക്കണക്കിനാളുകൾ ഉണ്ടായിരിക്കെ മരണഭയത്താൽ സ്വഭവനങ്ങളിൽ നിന്ന് പുറത്തു പോയവരെ താങ്കൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മരിക്കുക എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. പിന്നീട് അവരെ അവൻ ജീവിപ്പിച്ചു. നിശ്ചയമായും അള്ളാഹു ജനങ്ങളോട് ഔദാര്യമുള്ളവനാകുന്നു. പക്ഷേ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല. ഈ വായിച്ചതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പിടികിട്ടിയോ എന്നറിയില്ല. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാമെന്ന് പറയുന്ന ഖുർആനിസ്റ്റുകൾക്ക് ഈ വാക്യം വായിച്ചു കൊടുത്താൽ അവരെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറയുക എന്നും അറിയില്ല. എന്തായാലും വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ വായിച്ചാൽ ഇത് അവതരിപ്പിച്ച അള്ളാഹുവിന് പോലും ഇതെന്താണ് സംഭവം എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നബി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നും നബിക്ക് തന്നെ ഇതെന്താണെന്ന് അറിയുമായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുമാണ് വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ എന്തോ ഒരു കഥയാണ് പറയുന്നത്. കഥ പറയുമ്പോൾ മുഹമ്മദിനോട് അള്ളാഹു നീ കണ്ടില്ലേ എന്നാണ്, അലം തറ എന്നാണ് ചോദിക്കുന്നത്. എന്ത് കണ്ടു എന്നാണ് ഈ പറയുന്നത് അറിയില്ല. വ്യാഖ്യാതാക്കൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ വായിച്ച കൂറ്റനാടിൻ്റെ സുന്നി തഫ്സീറിൽ നിന്ന് തന്നെ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറഞ്ഞ ഈ ജനത ഏതായിരുന്നുവെന്നോ ഏതു നാട്ടുകാരും കാലക്കാരുമായിരുന്നുവെന്നോ വിശുദ്ധ ഖുർആനിലോ നബി വചനങ്ങളിലോ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇസ്രായേല്യരെ സംബന്ധിച്ച് ചില കഥകളിൽ നിന്നും ബൈബിളിലെ ഹെസൈക്കൽ 37 അധ്യായത്തിൽ നിന്നും അനുമാനിക്കപ്പെടുന്നത് ഇസ്രായേല്യരിലാണ് ഈ സംഭവം നടന്നത് എന്നാകുന്നു. അവരെ ഫലസ്തീൻ ജനത ആക്രമിച്ചപ്പോൾ അക്രമികളോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറാവാതെ ഭീരുക്കളായി ഓടിപ്പോയി എന്നാണ് ചിലർ പറയുന്നത്. നാട്ടിൽ പ്ലേഗ് രോഗം പിടിപെട്ടപ്പോഴാണ് അവർ മരണത്തെ ഭയന്ന് ഓടിയതെന്ന് വേറെ ചിലരും പറയുന്നു. ഏതായാലും അവരുടെ ഭയന്നോട്ടം അവർക്കൊട്ടും പ്രയോജനപ്പെട്ടില്ല. അള്ളാഹു അവരെ നശിപ്പിച്ചു. പിന്നീട് ഹിസൈക്കിൽ നബിയുടെ പ്രാർത്ഥനാഫലമായി അള്ളാഹു അവരെ ജീവിപ്പിച്ചു. അള്ളാഹു അവരോട് മരണമടയുക എന്ന് കൽപ്പിച്ചു. പിന്നീട് അവരെ ജീവിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ചില കഥകളിൽ പറയുന്നത് പോലെ ഒരിക്കൽ അവരെ ഒന്നായി മരിപ്പിച്ചു പിന്നീടൊരിക്കൽ ഒന്നായി ജീവിപ്പിച്ചു എന്നല്ല എന്ന് CN അഹമ്മദ് മൗലവി ഖണ്ഡിതമായി പറഞ്ഞത് കുറച്ചധികമായി പോയി. ഈ വാക്യത്തിൻ്റെ ബാഹ്യാർത്ഥം ആ കഥകളിൽ കാണുന്നതിനോടാകുന്നു യോജിച്ചിരിക്കുന്നത്. അതിനെതിരായ ആയത്തോ ഹദീസോ ഇല്ലതാനും. അള്ളാഹു അതിനും അതിനപ്പുറവും കഴിവുള്ളവനാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ചില ഭൗതികവാദികൾക്ക് അത്തരം അസാധാരണ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നത് വളരെ അസഹനീയമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസ ദൗർബല്യത്തിൽ സഹതപിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അവകാശപ്പെട്ട നിലയിൽ അവനെ അവർ ബഹുമാനിച്ചില്ല. നിശ്ചയമായും അള്ളാഹു ശക്തനും പ്രതാപവാനും തന്നെയാകുന്നു. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കെ മരണത്തെ ഭയപ്പെട്ട് അവർ സ്വന്തം വീടുകളിൽ നിന്നും ഓടിപ്പോയി എന്നും അപ്പോൾ അവരെ അള്ളാഹു മരിക്കുക എന്ന് ആജ്ഞാപിച്ച് കൊന്നുകളഞ്ഞുവെന്നും പിന്നീട് അവരെ അള്ളാഹു തന്നെ അത്ഭുതകരമായി പുനർജനിപ്പിച്ചു എന്നുമൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. ആ കഥ പറഞ്ഞിട്ട് നീ കണ്ടില്ലേ എന്ന് മുഹമ്മദിനോട് അള്ളാഹു ചോദിക്കുകയാണ്. മുഹമ്മദ് എങ്ങനെ ഇതൊക്കെ കണ്ടത് എന്നറിയില്ല. എന്തായാലും ഈ കഥ അറിയാവുന്ന ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഹമ്മദിന് ഈ കഥയുടെ പൊട്ടും പൊടിയും ഒക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട്. കാരണം ബൈബിളിലെ കഥകളാണെങ്കിൽ ബൈബിൾ കഥകളൊക്കെ മുഹമ്മദിന് ഏതോ പെരുങ്കൊല്ലൻ്റെ ആലയിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പറഞ്ഞു കേട്ട കഥയുടെ ചില പൊട്ടും പൊടിയൊക്കെയാണ് മുഹമ്മദ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വെളിപാടുകൾ ഇറക്കിയിട്ടുള്ളത്. എന്താണ് ഈ കഥ എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഉരുളുന്നതും, എന്നാൽ നബി തന്നെ ഇതിന് യാതൊരു വിശദീകരണം കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ വേറെ എവിടെ ഇതിൻ്റെ വിശദാംശങ്ങളില്ല എന്നും ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചു. ഇനി അമാനി മൗലവി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഈ സംഭവത്തെക്കുറിച്ച് ഒന്നിലധികം റിവായത്തുകൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ച് കാണാം. ഒന്നും സ്വീകരിക്കത്തക്ക വിധം ബലവത്തല്ല.
ആകയാൽ അവയെ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാനും അവയെ അടിസ്ഥാനമാക്കി ഒരു വിശദീകരണം നൽകുവാനും നാം തുനിയുന്നില്ല. സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം പഠിക്കുവാൻ അതിൻ്റെ ആവശ്യവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തന്നെ അതിന് വേണ്ടുന്ന വിശദീകരണം നൽകുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ചുരുക്കി പറഞ്ഞ അതേ രൂപം കൊണ്ട് നമുക്കും മതിയാക്കാം. ആയിരക്കണക്കിലുള്ള ഒരു ജനത മരണത്തെ ഭയന്ന് തങ്ങളുടെ വാസസ്ഥലം വിട്ട് ഓടിപ്പോയി. ഭയത്തിന് കാരണം ശത്രുക്കളോ ചില റിവായത്തുകളിൽ കാണുന്നത് പോലെ മാരകമായ ഏതെങ്കിലും പകർച്ചവ്യാധികളോ ആയിരിക്കാം. അള്ളാഹു അയലം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണഭയവും ധൈര്യക്ഷയവും കൂടാതെ സമരം ചെയ്യുവാനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നൽകലാണ് ഈ സംഭവം ഉദ്ധരിച്ചതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ സ്ഥിതിക്ക് ഈ ജനതയുടെ ഭയം അവരുടെ ശത്രുക്കളെക്കുറിച്ചായിരുന്നു എന്ന് അനുമാനിക്കാൻ ന്യായമുണ്ട്. ഏതായാലും മരണഭയം നിമിത്തമുള്ള അവരുടെ ഓടിപ്പോക്ക് കൊണ്ട് ഫലമുണ്ടായില്ല. അള്ളാഹു അവരോട് മരണമടയുവാൻ കൽപ്പിച്ചു. അതേ, അവർ മരണമടയുക തന്നെ ചെയ്തു. മരണം ഒറ്റയടിക്കായിരുന്നുവോ ക്രമേണയായിരുന്നുവോ ശത്രുക്കളുടെ കൈക്കോ രോഗനിമിത്തമോ ആയിരുന്നുവോ അള്ളാഹുവിനറിയാം. ഒന്നും തിട്ടപ്പെടുത്തി പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ അള്ളാഹു ജീവിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ താല്പര്യവും നമുക്കറിഞ്ഞുകൂടാ. ചില റിവായത്തുകളിൽ പറയുന്നത് പോലെ ഏതെങ്കിലും പ്രവാചകൻ്റെ പ്രാർത്ഥനയെ തുടർന്നോ മറ്റോ ഒരിക്കൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. അത് അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണല്ലോ. ചിലർ അഭിപ്രായപ്പെടുന്നത് പോലെ മരണപ്പെട്ടു തലമുറയ്ക്ക് ശേഷം കൂടുതൽ മനോവീര്യവും ദൃഢവിശ്വാസവുമുള്ള ഒരു പിൻതലമുറ അവരുടെ ശേഷം രംഗത്ത് വന്നത് ആ സമുദായം പുനരുദ്ധരിച്ചു എന്ന അലങ്കാര അർത്ഥത്തിലുള്ള ഒരു വാക്കാണതെന്നും വരാം. യഥാർത്ഥം നമുക്ക് അള്ളാഹുവിലേക്ക് വിടാം. അതാണ് സുരക്ഷിതമായ മാർഗം. ഏതായാലും സംഭവത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള ഗുണപാഠം വ്യക്തമാണ്. ജീവിതവും മരണവുമൊക്കെ അള്ളാഹു കണക്കാക്കുന്നതും അവൻ്റെ നിയന്ത്രണത്തിലുള്ളതുമാകുന്നു. യുദ്ധമോ മറ്റു പരീക്ഷണഘട്ടങ്ങളോ നേരിടുമ്പോൾ ഭീരുത്വവും വെപ്രാളവും കാട്ടി ഓടി രക്ഷപ്പെടുന്നത് കൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങൾ നേരിടുമ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചും അവൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടും കൊണ്ട് ധൈര്യസമേതം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ പക്കൽ നിന്നുള്ള സഹായവും ഔദാര്യവും ലഭിക്കുകയും വിജയം കൈവരുകയും ചെയ്യും. വിഷമാവസ്ഥയിൽ ത്യാഗത്തിന് തയ്യാറില്ലാതെ ഭീരുത്വം അവലംബിച്ച് പിന്നോക്കം പോകുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേട് കൂടിയാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കുവാനുള്ള പാഠങ്ങൾ. ശത്രുക്കളുമായി നേരിടുന്നതിൽ ഭീരുത്വം നിമിത്തം ഓടിപ്പോകുന്നതിനെ ഖുർആനിലെ 8-16 ഹദീസുകളിലും വിരോധിച്ചിട്ടുള്ളതാണല്ലോ. വിഷൂചിക മുതലായ പകർച്ചവ്യാധികളുടെ നാട്ടിലേക്ക് പോകരുതെന്നും അവ ഒരു നാട്ടിൽ സംഭവിച്ചാൽ അവിടെ നിന്ന് ഓടിപ്പോകരുതെന്നും നബി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ അമാനി മൗലവിയും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാരണം ഈ കാലത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അന്ധവിശ്വാസ കെട്ടുകഥകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഗുണപാഠം മാത്രം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഗുണപാഠം പറഞ്ഞിട്ട് പോവുകയാണ് അമാനി മൗലവി ഇവിടെ ചെയ്യുന്നത്. ഗുണപാഠം എന്താണെന്നുള്ളതും അതിൻ്റെ യുക്തി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഇനി മൗദൂദി ഇതുവരെ മുഫസ്സിറുകൾ ഒന്നും പറയാത്ത ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ട് തടിപ്പിയത് മൗദൂദിയുടെ തഫ്സീറിൽ കാണാം. ഞാനത് വായിക്കാം. ഇസ്രായേല്യരുടെ പുറപ്പാട് സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അദ്ധ്യായം അൽ-മാഇദ 4-ാം ഖണ്ഡികയിൽ അള്ളാഹു അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിൽ ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പാർക്കാനിടമില്ലാതെ മരുഭൂമിയിൽ തെണ്ടിത്തിരിഞ്ഞ് ഒരു അഭയകേന്ദ്രത്തിന് വേണ്ടി തിടുക്കം കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കനാന്യരെ പലസ്തീനിൽ നിന്ന് പുറത്താക്കി ആ പ്രദേശം പിടിച്ചടക്കാൻ മൂസ അവരോട് കൽപ്പിച്ചപ്പോൾ അവർ ഭീരുത്വം കാണിക്കുകയും മുമ്പോട്ട് പോകാൻ കൂട്ടാക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അവസാനം അള്ളാഹു അവരെ 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വിട്ടു. അങ്ങനെ അവരുടെ തലമുറ അവസാനിക്കുകയും മരുഭൂമിയിലൂടെ മടിത്തട്ടിൽ മറ്റൊരു തലമുറ ജനിച്ചു വളരുകയും ചെയ്തപ്പോൾ കനാനികളുടെ മേൽ അള്ളാഹു അവർക്ക് വിജയം നൽകി. ഈ കാര്യത്തെയാണ് മരണമെന്നും വീണ്ടും ജീവിതമെന്നും പറഞ്ഞുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇത് മൗദൂദിക്ക് മാത്രം മനസ്സിലായ ഒരു കാര്യമാണ്. ഇങ്ങനെ വേറെ ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും മൗദൂദി ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞ ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വന്തമായി ഒരു വ്യാഖ്യാനം ഇവിടെ മെനഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇമാം റാസിയുടെ തഫ്സീറിൻ്റെ മലയാള പരിഭാഷയിൽ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥവും തുടർന്ന് നൽകിയിട്ടുള്ള വിശദീകരണവും അത് നമുക്ക് വായിക്കാം. എണ്ണത്തിൽ ആയിരങ്ങളുണ്ടായിരിക്കെ മരണം ഭയന്ന് സ്വഗേഹങ്ങൾ വിട്ടിറങ്ങിപ്പോയ ഒരു ജനതയെ നീ കാണുന്നില്ലേ? അള്ളാഹു അവരോട് കൽപ്പിച്ചു, നിങ്ങൾ മരിച്ചുകൊള്ളുക. പിന്നീട് അവരെ ജീവിപ്പിച്ചു. അള്ളാഹു മനുഷ്യരോട് വളരെയേറെ കരുണ കാണിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യരിൽ മിക്കവരും കൃതജ്ഞരത്രേ.
അടുത്ത വാക്യം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പൊരുതുവിൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണെന്നറിയുവിൻ. ഈ രണ്ട് വാക്യങ്ങളും ഒരുമിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ വ്യാഖ്യാനം ഇമാം റാസി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നിയമങ്ങൾ പറഞ്ഞ ശേഷം ഗുണപാഠത്തിന് പറ്റിയ കഥകൾ പറയുക അള്ളാഹുവിൻ്റെ രീതിയാണ്. ദുശ്ശാഠ്യവും ധിക്കാരവും ഒഴിവാക്കാനും കൂടുതൽ ഭയഭക്തരാവാനും ഈ സാരോപദേശ കഥകൾ ഉപകരിക്കും. ഇവിടെ നീ കണ്ടില്ലേ എന്നതിൻ്റെ ബാഹ്യാർത്ഥമല്ല ഉദ്ദേശ്യം, ബാഹ്യമായ കാഴ്ചയുമല്ല. ഇതേക്കുറിച്ച് നിനക്ക് വിവരമില്ലേ എന്നാവാം. ഇല്ലെങ്കിൽ നീ അറിഞ്ഞില്ലേ അവിടെ എന്താണ് നടന്നത് എന്ന് അർത്ഥത്തിലും ആവാം. സംഭവ വിവരണത്തിൻ്റെ തുടക്കമായാണ് ഇത്തരം ചോദ്യങ്ങൾ. ഈ സൂക്തം അഭിസംബോധന ചെയ്യുന്നത് മുഹമ്മദ് നബിയെയും സമുദായത്തെയുമാണ് എന്നതിൽ സംശയമില്ല. എന്താണ് ഈ ദിയാർ, അതായത് ഗേഹങ്ങൾ, വീടുകൾ? ശുദ്ധി പറയുന്നു. പ്ലേഗ് ബാധിച്ച ഒരു ഗ്രാമം, അവിടുത്തെ ജനം ഓടിപ്പോയി. ബാക്കിയായവരിൽ അധികവും മരിച്ചൊടുങ്ങി. അവരിൽ ഒരു വിഭാഗം രോഗത്തിലും പരീക്ഷണത്തിലുമായി അവശേഷിച്ചു. പ്ലേഗ് വിട്ടൊഴിഞ്ഞപ്പോൾ പേടിച്ചോടിയവർ മടങ്ങി വന്നു. അപ്പോൾ രോഗികളിൽ അവശേഷിച്ചവർ പറഞ്ഞു, ഇവർ ഞങ്ങളെക്കാൾ ജീവിതത്തോട് ആർത്തിയുള്ളവരാണ്. അവർ ചെയ്തതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. ഇനി പ്ലേഗ് വന്നാൽ ഞങ്ങളും ഓടി രക്ഷപ്പെടും. അങ്ങനെ വീണ്ടും പ്ലേഗ് വരികയും അവർ ഓടിപ്പോവുകയും ചെയ്തു. അവർ 30,000-ൽ പരം പേരുണ്ടായിരുന്നു. അവർ സ്ഥലം വിട്ടപ്പോൾ ആ താഴ്വരയുടെ കീഴേ നിന്ന് ഒരു മലക്ക് അവരെ വിളിച്ചു പറഞ്ഞു, മറ്റൊന്ന് അവരുടെ മുകളിൽ നിന്നും, നിങ്ങൾ മരിക്കൂ. അങ്ങനെ അവർ ചത്തൊടുങ്ങി. അവരുടെ ശവശരീരങ്ങൾ അവിടെ കിടന്നു ദ്രവിച്ചു. ഒരിക്കൽ ആ പ്രദേശത്തുകൂടി ഹെസക്കിയേൽ പ്രവാചകൻ നടന്നുപോയി. അത് കണ്ടപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ച് ചിന്തിച്ച് അവിടെ കുറച്ചു നേരം നിന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകി. അള്ളാഹു അവരെ എவ்விதമാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് നിനക്ക് കാണണമോ? അപ്പോൾ അള്ളാഹു അവരെ വിളിച്ചു, ഹേ എല്ലുകളെ, അള്ളാഹു നിങ്ങളോട് ഒരുമിച്ച് കൂടാൻ കൽപ്പിക്കുന്നു. അതോടെ എല്ലുകൾ ചിലതിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലുകളുടെ നിർമ്മിതി പൂർണ്ണമായി. തുടർന്ന് അള്ളാഹു ബോധനം നൽകി. അള്ളാഹു ഈ എല്ലുകളെ ഇറച്ചിയും ചോരയും പൊതിയാൻ കൽപ്പിക്കുന്നു. അപ്പോൾ അവയ്ക്ക് ഇറച്ചിയും ചോരയും ഉണ്ടായി. അള്ളാഹു നിങ്ങളോട് ഉയർത്തെഴുന്നേൽക്കാൻ കൽപ്പിക്കുന്നു. അപ്പോൾ അവർ ജീവനുള്ളവരായി എഴുന്നേറ്റു. അവർ പറയുകയുണ്ടായി, സുബ്ഹാന റബ്ബിക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. ജീവൻ വെച്ച ശേഷം അവർ അവരുടെ പട്ടണത്തിലേക്ക് മടങ്ങി. പിന്നെ അവരുടെ അവധി വരെ ജീവിക്കുകയും ചെയ്തു. അവർക്കും മറ്റുള്ളവർക്കും പാഠമാകാനാണ് അവരെ ഒന്നടങ്കം മരിപ്പിച്ചത്. അവർ ജീവിതത്തോട് അങ്ങേയറ്റം ആർത്തിയുള്ളവരായിരുന്നു. ജിഹാദ് ചെയ്യാൻ പാടേ വിമുഖരും. അതിനാൽ ജീവിതത്തോടുള്ള ആർത്തി മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയില്ലെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ മറ്റൊന്നും വകവയ്ക്കാതെ മുന്നേറണമെന്ന് ഈ സംഭവകഥ മനുഷ്യരെ പഠിപ്പിക്കുന്നു. മരണത്തിനെതിരായ ജാഗ്രത ഒരിക്കലും ഫലം ചെയ്യുകയില്ല. അങ്ങനെ ജീവിപ്പിച്ച ശേഷം അള്ളാഹു അവരോട് യുദ്ധത്തിന് പോകാൻ കൽപ്പിച്ചു. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ പിടുത്തം കിട്ടിക്കാണും. ഇത് ബൈബിളിലെ എസേക്കിയേൽ പ്രവാചകൻ്റെ കഥയിലുള്ള ഒരു കെട്ടുകഥയുടെ പൊട്ടും പൊടിയും മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അവതരിപ്പിച്ചതാണ്. അവിടെ മുഹമ്മദ് എന്തിനാണ് ഈ കഥ അവതരിപ്പിച്ചത് എന്നിപ്പോൾ ഏകദേശം റാസിയുടെ പരിഭാഷയിൽ നിന്നും അമാനി മൗലവിയുടെ വിശദീകരണത്തിൽ നിന്നുമൊക്കെ നമുക്ക് പിടുത്തം കിട്ടി. അതായത് മുഹമ്മദിൻ്റെ അനുയായികളെ ആക്രമത്തിനും കൊള്ളയ്ക്കും യുദ്ധസന്നദ്ധരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിന് അള്ളാഹുവിൻ്റെ പേരിൽ കഥ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മസ്തിഷ്ക പ്രക്ഷാളനം ആരംഭിക്കുകയാണ് ഇവിടെ. ആ ഉദ്ദേശത്തോടു കൂടി ബൈബിളിലെ ചില കഥകളുടെ പൊട്ടും പൊടി മുഹമ്മദ് മനസ്സിലാക്കിയതനുസരിച്ച് കുറച്ച് മാറ്റം വരുത്തി അവതരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. മുഹമ്മദിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ജീവിതമല്ല പ്രധാനം, മരണത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ജീവനും മരണമൊക്കെ. അതുകൊണ്ട് വാളെടുത്തോളിയും പുറപ്പെട്ടോളിയും ഞാൻ പറയുന്നിടത്തേക്ക് എന്നാണ് ഇവിടെ മുഹമ്മദ് പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി കൂടെ നമുക്ക് വായിക്കാം. തുടർന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മനുഷ്യർ ആരാധനകളിൽ പ്രവേശിക്കുന്നതിനാലും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തവസ്സുൽ തേടുന്നതിനാലും അവയെ വസീല എന്ന് വിളിക്കുന്നു. ജിഹാദ് മതത്തെ ശക്തിപ്പെടുത്തും. അതിനാൽ അത് അള്ളാഹുവിനുള്ള വഴിപ്പെടൽ തന്നെയാണ്.
അതിനാൽ മുജാഹിദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ജിഹാദിനെ കൊതിപ്പിക്കുന്നതും വെറുപ്പിക്കുന്നവരുമാരെന്നും നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രേരകങ്ങളും ലക്ഷ്യങ്ങളും എന്തെന്നും അള്ളാഹുവിനറിയാം. ഓരോരുത്തരും നടത്തുന്ന ജിഹാദ് അള്ളാഹുവിന് വേണ്ടിയോ മറ്റു വല്ലതിനും വേണ്ടിയോ എന്നതിനെ സംബന്ധിച്ചും. ഹദറൽ മൗത്ത് എന്നാൽ മരണത്തെ ഭയന്ന് അഥവാ മരണത്തിന് നേരെ മുൻകരുതലായി എന്നർത്ഥം. യുദ്ധം കാരണമോ പ്ലേഗും വസൂരിയും കാരണമോ അവിടെ മരണം വ്യാപകമായിരുന്നു. അള്ളാഹു അവരോട് മരിക്കാൻ പറഞ്ഞു. ഖുർആൻ അനേകം തവണ ഉപയോഗിച്ച ഒരു പ്രയോഗമാണിത്. പ്രയോഗം പലപ്പോഴും അക്ഷരാർത്ഥത്തിലാവണമെന്നില്ല. അള്ളാഹു അത് എപ്പോൾ ഉദ്ദേശിച്ചുവോ അപ്പോൾ അത് നടപ്പാകുമെന്നർത്ഥം. ഒട്ടും മുന്തുകയോ പിന്തുകയോ തടയപ്പെടുകയോ ഇല്ല. അവരെ ജീവിപ്പിച്ചു എന്ന പ്രയോഗം ശരിയെങ്കിൽ അവരെ മരിപ്പിച്ചു എന്ന പ്രയോഗവും ശരിയാണ്. അതിനാൽ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിലും തെറ്റില്ല. നബിയോട് അള്ളാഹു കൽപ്പിച്ചു, അവരോട് പറയുക, നിങ്ങൾ മരിക്കൂ. ജീവിപ്പിക്കേണ്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് സുദ്ദി പറയുന്നുണ്ട്. അത് നാം നിവേദനം ചെയ്ത പോലെ മലക്ക് പറഞ്ഞതും ആവാം. ഇതിൽ ആദ്യത്തെ അത്രേ സൂക്ഷ്മമായ വീക്ഷണം. ഹെസക്കിയേൽ എന്നത് പ്രവാചകനായ ദുൽകിഫിലാണെന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹം 70 പ്രവാചകന്മാരുടെ സംരക്ഷണം ഏറ്റെടുത്തതിനാലാണ് ദുൽകിഫിൽ എന്ന പേര് വന്നതത്രേ. അവർ മരിച്ചു കിടക്കെ ആ നബി അവർക്കരികിലൂടെ നടക്കുകയും അവരുടെ കാര്യത്തിൽ വിസ്മയിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ ഞാൻ ജീവിപ്പിക്കും. ആ ജീവിപ്പിക്കൽ നിനക്കൊരു തെളിവാക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭീഷ്ടം മാനിച്ച് അള്ളാഹു അവരെ ജീവിപ്പിച്ചു. ഖത്താദ: അള്ളാഹു അവരെ ജീവിപ്പിച്ചത് അവരുടെ ജീവിതാവധി പൂർത്തിയാക്കാനാണ്. അള്ളാഹു മനുഷ്യരോട് വളരെയേറെ കരുണ കാണിക്കുന്നവനാണ് എന്ന സൂക്തഭാഗം സൂചിപ്പിക്കുന്നത് ഈ ജനത്തെ ജീവിപ്പിച്ചത് അള്ളാഹു അവരോട് കാണിച്ച പ്രത്യേക കാരുണ്യമാണ് എന്നത്രേ. അവർ പാപികളായി നഗരം വിട്ടുപോവുകയും അങ്ങനെ പശ്ചാത്തപിക്കാതെ മരിച്ചു വീഴുകയും ചെയ്തവരാണ്. അള്ളാഹു അവരെ ജീവിതത്തിലേക്ക് മടക്കി പശ്ചാത്തപിക്കാൻ അവസരം നൽകി. അറബികൾ പുനരുത്ഥാനം നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. ജൂതന്മാരിൽ നിന്ന് ഈ പുരാവൃത്തങ്ങളിൽ മിക്കതും അവർ കേൾക്കുകയും ചെയ്തിരുന്നു. അവരുടെ തന്നെ പ്രവാചകനിലൂടെ അള്ളാഹു അപ്പോഴത് അവരെ കേൾപ്പിക്കുമ്പോൾ തീർച്ചയായും അവർക്കത് കൂടുതൽ വിശ്വാസ്യമായി തോന്നുമല്ലോ. അങ്ങനെ അവർക്ക് തങ്ങളുടെ പിഴച്ച മതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സത്യമതത്തിൽ ചേരാനും പരലോകത്തിലും പുനർജീവിതത്തിലും വിശ്വസിക്കാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും പ്രതിഫലത്തിന് ആവാനും കഴിയും. ഈ ഗുണപാഠ കഥകൾ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം തന്നെയാണ്. മറ്റൊന്ന്, നാം നേരത്തെ സൂചിപ്പിച്ച പോലെ മരണത്തിനെതിരെയുള്ള ജാഗ്രത ഫലപ്പെടില്ല എന്ന സന്ദേശമാണ്. ഏതു നിലക്കും ഏതു സാഹചര്യത്തിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ എന്തും ത്യജിച്ചു മുന്നേറാൻ ഇത് വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്നു. അതോടെ അവനിൽ നിന്ന് മരണഭയം നീങ്ങുന്നു. തെറ്റുകളിൽ നിന്ന് അനുസരണത്തോടടുക്കുമ്പോൾ മനുഷ്യൻ അളവറ്റ പ്രതിഫലത്തിന് അർഹനാകുന്നുവെന്നും ഈ സംഭവം പഠിപ്പിക്കുന്നു. പക്ഷേ അധികം ആളുകളും നന്ദി കെട്ടവരാണെന്ന വിലയിരുത്തലോടെ സൂക്തം അവസാനിക്കുന്നു. ഈ ഖുർആൻ കേൾക്കുന്ന എല്ലാവരോടുമുള്ള അഭിസംബോധനയായാണ് മിക്ക സൂക്ഷ്മജ്ഞരും ഇതിനെ കാണുന്നത്. മരണത്തെ ഭയന്ന് ധർമ്മസമരത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന മുന്നറിയിപ്പോടെ അതുകൊണ്ട് ലഭിക്കുന്ന ജീവിതകാലവും ജീവിത വിഭവങ്ങളും ധർമ്മസമരത്തിലൂടെ ലഭിക്കുന്നതിനേക്കാൾ ഏറെ തുച്ഛവും താൽക്കാലികവുമാണെന്ന ഉണർത്തലോടെ അങ്ങനെ പുറപ്പെടുന്നവർക്ക് രണ്ടിലൊരു നന്മ വാഗ്ദാനം ചെയ്യുന്നു: ശത്രുക്കൾക്കെതിരെയുള്ള ജയവും പരലോകത്തെ നിലക്കാത്ത പ്രതിഫലവും. അപ്പോൾ ഇതാണ് സംഭവം. എസേക്കിയേൽ പ്രവാചകൻ്റെ കഥയിൽ 37-ാം അധ്യായത്തിൽ ഒരു അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എസേക്കിയേൽ പ്രവാചകനെ യഹോവ സ്വപ്ന ദർശനത്തിൽ ഒരു താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിറയെ മനുഷ്യരുടെ ദ്രവിച്ചുപോയ അസ്ഥികൾ കൂടിക്കിടക്കുന്നത് കാണുന്നു. എന്നിട്ട് ഇവർക്ക് ജീവൻ നൽകുന്നത് കാണണോ എന്ന് ചോദിച്ചിട്ട് യഹോവ അവരെയെല്ലാം പുനർജീവിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ്. ആ കഥയിൽ നിന്ന് മുഹമ്മദ് കേട്ട കുറച്ച് ഭാഗങ്ങളെടുത്തിട്ട് മുഹമ്മദ് ഇവിടെ വളരെ മനഃശാസ്ത്രപരമായിട്ട് തൻ്റെ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. മുഹമ്മദ് മക്കയിൽ നിന്ന് ആളുകളെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്തും പറഞ്ഞിട്ടാണ്. മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മുഹമ്മദിൻ്റെ അള്ളാഹുവും മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളെ ഞാൻ താക്കീത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളൊക്കെ പഴപ്പിച്ചത് അള്ളാഹു തന്നെയാണ്. നിങ്ങളെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചുക്കളെ, മനുഷ്യന്മാരെ, നാട്ടുപ്രമാണിമാരെ ഒക്കെ അവിടെ ഏർപ്പാടാക്കിയതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് അവരെ താക്കീത് ചെയ്ത് പോവുക മാത്രമേ
ബാധ്യതയുള്ളൂ, ബാക്കി കാര്യമൊക്കെ അള്ളാഹു നോക്കിക്കോളാം, ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിൻ്റെയും ഉത്ബോധനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വഴി മാത്രമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച് 13 കൊല്ലം സമാധാനം പറഞ്ഞ് ലക്കും ദീനുക്കും വലിയ ദീൻ പറഞ്ഞ് അവിടുന്ന് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരോടാണ് ഇപ്പോൾ മുഹമ്മദ് നിങ്ങൾ മരിക്കാൻ തയ്യാറായിക്കോളിയും എന്ന് കഥ പറയുന്നത്. കാരണം നിലപാട് മാറ്റി. മദീനയിൽ എത്തിയതോടുകൂടി മുഹമ്മദിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറി, മുഹമ്മദിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. മുഹമ്മദിൻ്റെ അള്ളാഹു നേരെ തകിടം മറിഞ്ഞു. സമാധാനവും ജനാധിപത്യമൊക്കെ കെട്ടി ചാട്ടത്ത് വെച്ചിട്ട് വാളെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് മദീനയിൽ നമ്മൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ബൈബിളിലെ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്, പഴയ കഥകൾ പറയുന്നില്ല, ആ കഥകളെ മനസ്സിൽ വെച്ചുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നും അങ്ങനെ ശ്രമിച്ചാൽ അള്ളാഹു അവരെ അപ്പം തന്നെ കൊല്ലുമെന്നും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ജീവിതം ജീവിക്കാനുള്ളതല്ല മരിക്കാനുള്ളതാണ് എന്ന അങ്ങേയറ്റം വൃത്തികെട്ട പ്രതിലോമപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഭീകര ദർശനം അവതരിപ്പിക്കുകയാണ് ഇവിടെ ഒരു കഥയുടെ സൂചന നൽകിക്കൊണ്ട് മുഹമ്മദിൻ്റെ അള്ളാഹുവും ചെയ്യുന്നത്. ഇവിടെ അള്ളാഹു കാരുണ്യവാനാണ് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നും പറയുന്നുണ്ട്. എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തവനുമായ അള്ളാഹു എന്തിനാണ് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർ തന്നെ ആരാധിക്കുന്ന ഒരു മതമായി മാറുക എന്നതിന് വേണ്ടി അവരോട് വാളെടുത്തിട്ട് അവരെ തന്നെ വെട്ടിക്കൊല്ലാൻ, അവരോട് തന്നെ യുദ്ധം ചെയ്യാൻ അള്ളാഹു ഈ രീതിയിൽ പ്രേരിപ്പിക്കേണ്ട കാര്യം എന്താണ്? കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത അള്ളാഹുവിന്, എല്ലാം കഴിയുന്ന അള്ളാഹുവിന്, എല്ലാം അറിയുന്ന അള്ളാഹുവിന് ഇതൊക്കെ എന്താണ് നടക്കാൻ പോകുന്നത് മുൻകൂട്ടി അറിയാവുന്ന അള്ളാഹുവിന്, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച അള്ളാഹുവിന് ഈ മനുഷ്യരൊക്കെ തൻ്റെ മതം വിശ്വസിക്കണമെന്നും തന്നെ ആരാധിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ, അതായിരുന്നു ഉദ്ദേശമെങ്കിൽ നിഷ്പ്രയാസം അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. സമാധാനത്തിൻ്റെ വഴിയിലൂടെ, ഉത്ബോധനത്തിൻ്റെ വഴിയിലൂടെ, നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, അവരെ തെളിവുകൾ കാണിച്ചുകൊണ്ട്, ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത അള്ളാഹു അതൊന്നും ചെയ്യാതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല എല്ലാ ഏർപ്പാടും ചെയ്തതിന് ശേഷം സ്വന്തം സൃഷ്ടികളോട് പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്ത് വെട്ടിക്കൊല്ലാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം? അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ സർവജ്ഞാനം? എന്താണ് അള്ളാഹുവിൻ്റെ സർവശക്തി? ഇതെല്ലാം ഇവിടെ പൊളിയുകയാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുള്ള സിഫത്തുകൾ മുഴുവൻ പൊളിഞ്ഞ് പാളീസാവുകയും അള്ളാഹു ഒരു ലക്ഷണമൊത്ത സാഡിസ്റ്റും മനോരോഗിയുമായിട്ടുള്ള ഒരു കൊടും ഭീകരനായിരുന്നുവെന്നും ഈ മതത്തെ ഒരു ഭീകരവാദത്തിൻ്റെ മതമാക്കി മാറ്റിയത് അള്ളാഹു എന്ന ഈ പടച്ചോൻ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നും ഈ ഖുർആൻ വാക്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഇതൊക്കെ തെളിയിക്കുന്നത് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ മാനസിക വൈകൃതങ്ങൾ, ആ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നും ആ ലക്ഷ്യം, ആ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ പ്രയോഗിച്ച കുതന്ത്രങ്ങൾ മാത്രമായിരുന്നു. അയാളുടെ നാവിലൂടെ അയാൾ അവതരിപ്പിച്ച ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപാടുകൾ എന്ന് തന്നെയാണ് ഇതെല്ലാം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരിക്കലും കാരുണ്യമുള്ള ഒരു ദൈവം സ്രഷ്ടാവാണെങ്കിൽ അയാൾ സൃഷ്ടിച്ച മനുഷ്യരെ തമ്മിൽ വാളെടുത്ത് വെട്ടിക്കാൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വാളെടുക്കൂ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം സൃഷ്ടികളെ തമ്മിൽ കഴുത്ത് വെട്ടിക്കേണ്ട യാതൊരു കാര്യവും നേരും നെറിയുള്ള ഒരു ദൈവത്തിനില്ല. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. ഇവിടെയാണ് വിശ്വാസികൾ മനുഷ്യൻ്റെ യുക്തിചിന്തയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം കെട്ടുകഥകൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ദുരന്തം സ്ഥിതി ചെയ്യുന്നത്. ആ ദുരന്തത്തിൻ്റെ ഫലമാണ് 1400 വർഷമായിട്ട് ഇങ്ങനെ ഒരു മതം കോടിക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക് നയിച്ചത്. ഇന്നും ലോകത്ത് ഒരിടത്തും മനുഷ്യനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കാതെ വാളും ബോംബും തോക്കുമായിട്ട് ഈ മതം ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ വെളിപാട് പുസ്തകം തന്നെ മനുഷ്യനെ അല്ല ഒരു ഭീകരവാദിയാക്കി അവതരിപ്പിക്കുന്നത്,
മനുഷ്യനോട് ഭീകരവാദിയാവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഈ മതഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ സൃഷ്ടി നടത്തിയ ഒരു സ്രഷ്ടാവിന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെന്ന് പറയുന്ന നിസ്സാര ജീവികളെ കാലാകാലം പരസ്പരം കഴുത്തു വെട്ടിച്ചുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് കാര്യമായ തകരാറുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് ദൈവത്തിൻ്റെ തകരാറാണോ അതോ ഈ ദൈവത്തെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ വികല മനസ്സിൻ്റെ ഉൽപ്പന്നമാണോ എന്ന് സാമാന്യ ബുദ്ധിയുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് മനുഷ്യരോട്, വിശ്വാസികളായ സുഹൃത്തുക്കളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നത്. ഇനി അടുത്ത വാക്യം ഇതിനേക്കാളും വലിയ കോമഡിയാണ്. അള്ളാഹു മനുഷ്യരെ കഴുത്തുവെട്ടാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിതത്തിൽ നിങ്ങൾ മരണത്തെ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് അതിലും വലിയ ദുരന്തം ഞാൻ സമ്മാനിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ഇവിടെ ചത്തു മലച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സഹജീവിയെ കഴുത്തുവെട്ടാൻ പോയിട്ട് നിങ്ങൾ സ്വയം കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് പരലോകത്ത് കള്ള് വിളമ്പിത്തരാം, അവിടെ മദിരാശി വിളമ്പിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വളരെ തരം താഴ്ന്ന ഒരു കഥാപാത്രമായിട്ട് ഈ മതകഥാപുസ്തകത്തിൽ മാറുമ്പോൾ അതേ ദൈവത്തിനെ ഒരു ബ്ലേഡ് കച്ചവടക്കാരനായിട്ട്, ഒരു വട്ടിക്കച്ചവടക്കാരനായിട്ട് തരം താഴ്ത്തുന്നതാണ് അടുത്ത വാചകം. 245 അള്ളാഹുവിന് നല്ല നിലക്ക് ഒരു കടം കൊടുക്കാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അവനത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. ധനം പിടിച്ചു വെക്കുന്നതും വാരിക്കൊടുക്കുന്നതും അള്ളാഹു തന്നെയാണ്. അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ തിരികെ ചെല്ലേണ്ടതും. അപ്പോൾ വാളെടുത്ത് മരിക്കാൻ തയ്യാറാവുക എന്നൊരു ഭാഗത്ത് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ട് ബൈബിളിലെ ഏതോ പൊട്ടക്കഥയുടെ പൊട്ടും പൊടി എടുത്തുകൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശൊക്കെ എനിക്ക് കടം തന്നോളൂ, കടം തന്നാൽ ഞാനിന് 10 ഇരട്ടി പലിശയായിട്ട് നിങ്ങൾക്ക് തരാം. എവിടെ തരാമെന്നാണ്? പരലോകത്ത് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ പരലോകത്ത് ദൈവം അവിടെ ബ്ലേഡ് കമ്പനിയും നടത്തുന്നു. ഇതാണ് ഒരു ദൈവം സ്വന്തം സൃഷ്ടികളുടെ മുമ്പിൽ വെക്കുന്ന ഓഫറുകൾ. നിങ്ങൾ എനിക്ക് കടം തരൂ എന്ന് പറഞ്ഞത് സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കൂ എന്ന മുഹമ്മദിൻ്റെ ആഹ്വാനമാണ്. കാരണം മുഹമ്മദിന് കൊള്ളയടിക്കാൻ പോകണം, മുഹമ്മദിനെ ആക്രമിക്കാൻ പോകണം, മറ്റു ഗോത്രങ്ങളെ കീഴടക്കാൻ, അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകണം, അവരെ കൊന്നൊടുക്കണം, അല്ലെങ്കിൽ അവരെ നാടുകടത്തണം, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ അനുയായികളെ അക്രമത്തിന് കൊണ്ടുപോകണം. അതിന് അക്രമികൾ ആയിട്ട് ഈ അനുയായികൾ സ്വയം ചാവേറുകളായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞുകൊണ്ട് അവരെ മരണത്തിലേക്ക് നയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ പോക്കറ്റിലുള്ള കാശൊക്കെ, നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ അള്ളാഹുവിന് വേണം, അതുകൊണ്ട് എനിക്ക് തന്നോളീൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ അള്ളാഹുവിനെ, ഒരു കുൻ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്തു വേണമെങ്കിലും ആക്കി തീർക്കാൻ പറ്റുന്ന അള്ളാഹുവിന് മദീനയിലും മക്കയിലുമുള്ള ഈ പാവപ്പെട്ട അറബികൾ കടം കൊടുക്കണമെന്ന്, പൈസ കടം കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്വത്ത്, അവരുടെ ഈത്തപ്പനത്തോട്ടം, അല്ലെങ്കിൽ അവരുടെ ഒട്ടകം, അവരുടെ ആട്, ഇതൊക്കെ കടം കൊടുക്കണം. കടം കൊടുക്കുന്നത് എന്തിനാണ്? 10 ഇരട്ടി പലിശയായിട്ട് അള്ളാഹു തിരിച്ചു കൊടുക്കും പരലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് യുദ്ധത്തിന് പോകാൻ പണം സ്വരൂപിക്കുകയാണ് അനുയായികളിൽ നിന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ വെളിപാട് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ സന്ദർഭം പറയുന്നത്, ഒരാൾ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ അയാളുടെ തോട്ടം, 2 തോട്ടമുള്ള അയാൾ ഒരു തോട്ടം ഇതിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അതിൻ്റെ തോട്ടം തന്നാൽ എനിക്ക് അതിൻ്റെ ഇരട്ടി കിട്ടുമെന്ന് വെച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ തോട്ടം കൈക്കലാക്കി എന്ന് പറയുന്ന കഥയൊക്കെ ഇതിൻ്റെ സന്ദർഭമായിട്ട് തഫ്സീറുകളിൽ വിവരിച്ചിട്ടുണ്ട്. മദീനയിലുണ്ടായിരുന്ന ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വത്തുക്കൾ യുദ്ധത്തിന് വേണ്ടിയിട്ടും അക്രമത്തിന് വേണ്ടിയും പോകാൻ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് വേണ്ടി മുഹമ്മദ് കൈക്കലാക്കുകയാണ്. അള്ളാഹുവിന് കടം വേണം, അള്ളാഹു പലിശ കൊടുക്കുന്ന വട്ടിപ്പണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ വളരെ തരം താഴ്ന്ന ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് തൻ്റെ രാഷ്ട്രീയ ദൗത്യം മദീനയിൽ ആരംഭിക്കുന്നതും തുടരുന്നതും അത് സാധ്യമാക്കുന്നതും. ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ഇമാം റാസിയിൽ കൊടുത്തിട്ടുള്ളത് കൂടെ വായിക്കാം. ആദ്യത്തെ 2 വാക്യത്തെ സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾക്ക് 2 അഭിപ്രായമാണുള്ളത്. മുമ്പുള്ളതുമായി ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ? 2 അഭിപ്രായമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു സമാധാനം.
മുമ്പത്തേതുമായി ബന്ധമുണ്ടെന്ന് വാദിക്കുന്നവർ ഈ കടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മസമരത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ധനത്തെക്കുറിച്ചാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ധർമ്മസമരം എന്ന് പറയുന്നത് കൊള്ളയാണ്. അപ്പോൾ ജിഹാദിന് കഴിവുള്ള ഫക്കീറിനെ സഹായിക്കുക എന്നതാണ് ഈ കടം കൊടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കഴിവുള്ളവർ യുദ്ധത്തിനാവശ്യമായ സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കണം. അള്ളാഹുവിലാണ്, അല്ലാതെ തൻ്റെ ധനത്തിലല്ല ആരും ആശ്രയം കണ്ടെത്തേണ്ടത്. പൂർവ്വബന്ധമില്ല എന്നാണ് രണ്ടാമത്തെ പക്ഷം. ഈ പക്ഷത്തുമുണ്ട് വിവിധ വീക്ഷണങ്ങൾ. അപ്പോൾ രണ്ടഭിപ്രായമുണ്ട്. അതിൽ ഒരഭിപ്രായത്തിൽ അഭിപ്രായ ഭിന്നതകളും ഉണ്ട് എന്നർത്ഥം. ഒന്ന്, ധനം ചെലവഴിക്കുക എന്നതാണ് ഈ കടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിർബന്ധമായ ദാനമല്ലെന്നൊരു പക്ഷം. അസ്വമ്മിൻ്റേതാണ് ഈ വീക്ഷണം. അള്ളാഹു ഇതിന് കടം എന്നാണല്ലോ പറഞ്ഞത്. കടം കടമയല്ല, ഔദാര്യമാണ്. രണ്ടാമത്തെ തെളിവ് അവതരണ കാരണമാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇത് അബുദഹ്ദാഹിൻ്റെ വിഷയത്തിലാണ് അവതരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് 2 തോട്ടങ്ങളുണ്ട്. അവയിലൊന്ന് ഞാൻ ചെലവഴിച്ചാൽ സ്വർഗത്തിൽ അതിന് തുല്യമായ ഒന്ന് ലഭിക്കുമോ? നബി പറഞ്ഞു, അതെ. ദഹ്ദാഹ് എൻ്റെ കൂടെ ഉണ്ടാവുമോ? അതെ. കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവുമോ? അതെ. അപ്പോൾ അദ്ദേഹം അതിലേറ്റവും നല്ല തോട്ടം ദാനം ചെയ്തു. അപ്പോൾ തൻ്റെ ഭാര്യയും കുട്ടികളും കുടുംബമൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഉണ്ടാവും എന്നാണ് ഇവിടെ മുഹമ്മദ് പറഞ്ഞത്. എന്നാൽ മുഹമ്മദിൻ്റെ അള്ളാഹുവും വേറെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞത് എന്താണ്? സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സായിരിക്കും എന്നാണ്. അങ്ങനെയാണ് ഈ ചങ്ങാതിൻ്റെ കുട്ടികളെങ്ങനെ അവന് കിട്ടുന്നത്? ഈ ചങ്ങായിക്ക് 33 വയസ്സായിരിക്കും, അവൻ്റെ കുട്ടികൾക്ക് 33 വയസ്സാവുമെങ്കിൽ പിന്നെ അവന് കുട്ടികളും മക്കളുമായിട്ടുള്ള കുടുംബം എങ്ങനെ അവിടെ ഉണ്ടാവുന്നത്? ഈ വൈരുദ്ധ്യം ഖുറാനിലെ ഹദീസിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടു. പരലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കാര്യം പറയുന്നിടത്തെല്ലാം ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ മണ്ടത്തരങ്ങൾ പറയുകയും പരസ്പര വിരുദ്ധമായിട്ട് പറയുകയും ചെയ്ത കോമഡി ഒരുപാട് സ്ഥലത്ത് ഖുറാനിൽ തന്നെ കാണാം, ഹദീസുകളിലും കാണാം. മുഹമ്മദിൻ്റെ ഒരു കുട്ടി, മാരിയത്ത് എന്ന് പറയുന്ന വെപ്പാട്ടി പ്രസവിച്ച ഒരു കുട്ടി പ്രസവിച്ച് അധികം താമസിയാതെ മരിച്ചുപോയി. ഇബ്രാഹിം എന്ന് പേരിട്ടിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടിയെക്കുറിച്ച് മുഹമ്മദ് എന്താ പറഞ്ഞത്? ആ കുട്ടിക്ക് മുല കൊടുക്കാൻ ഒരു സ്ത്രീ സ്വർഗത്തിലുണ്ടാവും എന്ന്. ആ കുട്ടിയെ സ്വർഗത്തിൽ ജനിക്കുക 33 വയസ്സ് പ്രായത്തിലാണ് എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി എന്നല്ല, എല്ലാവരും 33 വയസ്സിലാണ് ജനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സായിരിക്കും സ്വർഗത്തിൽ എല്ലാവർക്കും എങ്കിൽ പിന്നെ 33 വയസ്സായ കുട്ടിക്ക് 33 വയസ്സായ ഒരു സ്ത്രീ അവിടെ മുല കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഒരിക്കൽ പറഞ്ഞത് ഓർക്കാതെ മണ്ടത്തരം പറഞ്ഞത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഇവിടെ ഈ ദഹ്ദാഹിനോട് പറയുന്നത്, അവൻ ചോദിക്കുന്നത് എൻ്റെ ഭാര്യയും മക്കളും കുടുംബവും കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുമോ, എൻ്റെ തോട്ടം അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ വെച്ചാൽ അതൊക്കെ അവിടെ ഉണ്ടാവും, പരലോകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. തൽക്കാലം അവൻ്റെ തോട്ടം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവനോട് അവൻ പറയുന്നതൊക്കെ സമ്മതിച്ചുകൊണ്ട് ഉത്തരം പറയുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം അതിലേറ്റവും നല്ല തോട്ടം ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ തോട്ടത്തിൻ്റെ കവാടത്തിങ്കിൽ നിന്നു. അവരാ തോട്ടത്തിലായിരുന്നു. തൻ്റെ ഭാര്യയോട് ഇക്കാര്യം ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഉമ്മു ദഹ്ദാഹ് പറഞ്ഞു, താങ്കൾ വാങ്ങിയതിൽ അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അവർ പുറത്തു കടന്നു തോട്ടം ഏൽപ്പിച്ചു കൊടുത്തു. നബി പറയുമായിരുന്നു, എത്രയെത്ര നിറകുലകളുള്ള ഈത്തപ്പനകൾ അബൂദഹാദിനു വേണ്ടി സ്വർഗത്തിൽ തലകുനിച്ചു കൊടുക്കുന്നു. ഈ അവതരണ കാരണം നോക്കുമ്പോൾ ഈ കടം നിർബന്ധമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അള്ളാഹുവിന് ഇവിടുന്ന് ഒരു ഈത്തപ്പന കൊടുത്തു കഴിഞ്ഞാൽ, കടം കൊടുത്താൽ അവിടെ നിറയെ കൊലയുള്ള 10 ഈത്തപ്പന പലിശയായിട്ട് കിട്ടും. കാരണം അള്ളാഹു പലിശ കച്ചവടക്കാരനാണ്. മറ്റൊരഭിപ്രായം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായത് ചെലവാക്കുക എന്നാണ് ഇതിനർത്ഥം. അവനിലേക്കാണ് മടക്കം എന്നത് ശക്തമായ പ്രേരണയാണ്. അത് നിർബന്ധമായതിന് മാത്രമേ ചേരൂ. അപ്പോൾ ഇത് നിർബന്ധമാണോ, ദാനമാണോ, ഔദാര്യമാണോ എന്ന കാര്യത്തിലൊക്കെ പണ്ഡിതന്മാർ ഇരുന്ന് തർക്കിക്കുകയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വീക്ഷണത്തിൽ 2 വിഭാഗവും ഇതിൽപ്പെടും. ഇത് അൽ ബക്ര 261 സൂക്തത്തിന് കീഴെ വരുന്നതാണ്. പണം ചെലവഴിക്കുക എന്നതല്ല ഈ കടം എന്നു പറഞ്ഞവർ ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഈ ഹദീസ് പ്രമാണമാക്കുന്നു. അത് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാഹു അക്ബർ എന്നിവയാണ്. അള്ളാഹു ഉദ്ദേശിച്ച കടം ഇതാവാൻ സാധ്യതയില്ലെന്ന് ഖാദി അബ്ദുൽ ജബ്ബാർ വിമർശിക്കുന്നു. ഭാഷാപരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഖർള് എന്ന പദം ഉപയോഗിക്കുകയില്ല എന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. നാം പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്ത ഫക്കീറിന് തനിക്ക് കഴിയുമായിരുന്നെങ്കിൽ താൻ ചെലവഴിക്കുമായിരുന്നു എന്ന നല്ല നിയ്യത്ത് പോലും ചെലവഴിക്കുന്നതിന് പകരമാകും. നബിയിൽ നിന്ന് നിവേദിതം, ദാനം ചെയ്യാൻ കയ്യിൽ ഒന്നുമില്ലാത്തവൻ യഹൂദിയെ ശപിക്കട്ടെ, അത് അവനു ദാനമാണ്. നോക്കൂ, ഒരു യഹൂദിയെ ശപിച്ചാൽ
ദാനം ചെയ്തതിന് തുല്യമാണ്. ദാനം ചെയ്യാൻ പൈസ ഇല്ലാത്ത, സക്കാത്ത് കൊടുക്കാൻ പൈസ ഇല്ലാത്തവന് യഹൂദിയെ ശപിച്ചാൽ മതിയെന്ന്. എത്ര വംശീയവും വർഗീയവുമായിട്ടുള്ള ചിന്തയായിരുന്നു ഈ ചങ്ങാതിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടന്നിരുന്നത് എന്നതിന് ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? ഇവിടെ ഖർള് എന്ന് പ്രയോഗിച്ചത് യഥാർത്ഥമായോ അലങ്കാരികമായോ എന്നതാണ് അടുത്ത വിഷയം. അത് യഥാർത്ഥമായാണ് എന്ന് സുജാജ് പറയുന്നു. പ്രതിഫലം നൽകപ്പെടുന്ന എല്ലാത്തിനും അറബികൾ ഖർള് എന്ന് പറയും. ഭാഷയിൽ മുറിക്കുക എന്നാണ് അതിനർത്ഥം. നാശം എന്നും അർത്ഥമുണ്ട്. അവയുടെ അടയാളം ഇല്ലാതാവുന്നതിനാൽ കടം കൊടുക്കുമ്പോൾ തന്നിൽ നിന്ന് തൻ്റെ ധനമോ പ്രവൃത്തിയോ മുറിച്ചു മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. 2. ഈ പ്രയോഗം ആലങ്കാരികമാണ്. കടം സ്വീകരിക്കാൻ മാത്രം അള്ളാഹു ദരിദ്രനോ വലഞ്ഞവനോ അല്ല. അതിനാൽ ഇത് അലങ്കാരികമാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിയാറുകളെ സഹായിക്കുക, അവൻ്റെ ആദർശത്തെ വിജയിപ്പിക്കുക എന്നാണ്. കാരണം ഇങ്ങനെ വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, ഇത് യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് തോന്നിയവർ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. കാരണം അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുന്നതോടുകൂടി തന്നെ അള്ളാഹു സഹായം അർത്ഥിക്കുന്ന ഒരു നിസ്സഹായനായി മാറുകയാണ്. സർവശക്തനായ അള്ളാഹു സഹായം ചോദിച്ചുകൊണ്ട് കഴിയുക. എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ദാനം ചോദിക്കുകയാണ്, കടം ചോദിക്കുകയാണ്. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു വാളെടുത്ത് വെട്ടിയടാ എന്നെ സഹായിക്കടാ എന്ന് പറയുകയാണ്. ഇതെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഈ വൈരുദ്ധ്യങ്ങൾ കണ്ട് മനസ്സൊലഞ്ഞു പോയ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആലങ്കാരിക വ്യാഖ്യാനം കൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഓട്ടയടച്ചാലൊന്നും അടയില്ല. അടച്ചാൽ അടയുന്ന ഓട്ടയൊന്നുമല്ല ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും എന്ന് പറയുന്നത്. സ്വന്തം പണം ആരും കടം ചോദിക്കുകയില്ല. ഇവിടെ അള്ളാഹുവിൻ്റേതാണല്ലോ നമ്മുടെ കൈവശമുള്ള ധനം. അത് കടം വാങ്ങാതെ തന്നെ അവൻ്റെ ഉടമസ്ഥതയിലുള്ളതുമാണ്. എന്നിട്ടും അള്ളാഹു അതിന് കടം എന്ന് പറഞ്ഞു. ഇവിടെ ഉണർത്തുന്ന കാര്യം അത് അള്ളാഹുവിങ്കൽ നഷ്ടപ്പെടുകയില്ലെന്നും അതിന് ഇരട്ടിയായി പ്രതിഫലം നൽകും എന്നുമാണ്. ഈ ആലങ്കാരിക പ്രയോഗം മനസ്സിലാവാത്തത് കൊണ്ടാണ് അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാണെന്ന് ജൂതന്മാർ കളിയാക്കിയത്. അവൻ നമ്മോട് കടം ചോദിക്കുന്നു. ഈ വാക്ക് അവരുടെ വിഡ്ഢിത്തത്തിനും അജ്ഞതയ്ക്കും യോജിച്ചതു തന്നെ. അപ്പോൾ അന്ന് ജൂതന്മാർ ഇതിനൊക്കെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ഈ ജാതി മണ്ടത്തരങ്ങൾ അവിടെ വിളമ്പിയപ്പോൾ അവരതിനെ പരിഹസിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നല്ല കടം എന്നാൽ നിഷിദ്ധം കലരാത്തത് എന്നാണ്. മന്നും അതയും എടുത്തുപറയലും കുത്തുവാക്കും ഇല്ലാത്ത കടം എന്നർത്ഥം. അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനായി പ്രതിഫലം മോഹിച്ചുള്ള കടം കൊടുക്കലാണത്. അതിൽ പൊങ്ങച്ചമോ പ്രദർശനപരതയോ ഇല്ല. അത്തരം കടങ്ങൾ പ്രതിഫലശൂന്യമാണ്. ദരിദ്രൻ ചെലവാക്കിയാലും ഇല്ലെങ്കിലും അവൻ ദരിദ്രൻ തന്നെ. അതുപോലെ ധനികൻ ചെലവാക്കിയാലും ഇല്ലെങ്കിലും ധനികൻ തന്നെ എന്നും വരും. അപ്പോഴും ചെലവഴിക്കുന്നത് കൊണ്ട് കാര്യത്തിൽ മാറ്റമില്ലെങ്കിൽ ചെലവഴിക്കുന്നതാണല്ലോ നല്ലത്. ധനം പിടിച്ചു വെക്കുന്നതും വാരിക്കൊടുക്കുന്നതുമെല്ലാം അള്ളാഹുവാണ് എന്നറിഞ്ഞാൽ മനുഷ്യന് പിന്നെ ധനത്തോടുള്ള താല്പര്യം കുറയും. അവൻ അള്ളാഹുവിനെ അവലംബിക്കും. അപ്പോൾ അവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എളുപ്പമാകും. അള്ളാഹുവാണ് എളുപ്പമുണ്ടാക്കുന്നതും പ്രയാസമുണ്ടാക്കുന്നതും. അതിനാൽ അവൻ നിങ്ങൾക്ക് വാരിക്കോരിത്തന്ന ധനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹുവിൻ്റെ ഉദവിയാലല്ലാതെ കഴിയില്ലെന്ന ഉണർത്തൽ കൂടിയാണിത്. അതായത് ചെലവഴിക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കുന്നതും വിശാലമാക്കി അഴിച്ചുവിടുന്നതും അള്ളാഹുവാണ്. മൂലത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് ലൈഫ് എന്ന് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അളവ് അള്ളാഹു മറ്റൊരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ഇരട്ടി എത്ര എന്ന് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. നിശ്ചിത എണ്ണം പറയുന്നതിനേക്കാൾ അത് നിഗൂഢമാക്കി വെച്ചതിലെ യുക്തി കൂടുതലായി ചെലവഴിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. ഇതൊക്കെ പിന്നീട് വന്ന വ്യാഖ്യാന കസർത്തുകളാണ്. പക്ഷേ ഇത് പറഞ്ഞ സന്ദർഭവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പരമാവധി ആ മദീനയിലും മക്കയിൽ നിന്ന് വന്ന ആൾക്കാരുടെയും കയ്യിൽ പോക്കറ്റിലുണ്ടായിരുന്ന കാശെല്ലാം മുഹമ്മദിൻ്റെ പോക്കറ്റിലേക്ക് എത്തിക്കാനും അതുപയോഗിച്ച് മുഹമ്മദിന് കൊള്ളയും അക്രമവും നടത്തി മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നേടാനുമുള്ള കുതന്ത്രം മനഃശാസ്ത്രപരമായിട്ട് പ്രയോഗിച്ചതാണ് എന്ന് മനസ്സിലാവും. അതിനുവേണ്ടി മുഹമ്മദ് ബൈബിളിലെ കഥകളും മറ്റും പെറുക്കി കൊണ്ടുവന്നിട്ട് അവരെ കഥ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയായിരുന്നു. യുദ്ധം ചെയ്യാനും അക്രമത്തിന് പോകാനും കൊള്ളയടിക്കാനും ഒക്കെ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പേരിൽ മുഹമ്മദ് അവതരിപ്പിച്ചിട്ടുള്ള ഉഡായിപ്പുകളാണ് ഖുർആനിൽ ഇനി നമ്മൾ കൂടുതലായിട്ടും കാണാൻ പോകുന്നത്. മുഹമ്മദിനെ എങ്ങനെയൊക്കെയാണ് ആളുകൾ അനുസരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനും അള്ളാഹു എന്ന ഈ ഫേക്ക് ഐഡിയയെ മുഹമ്മദ് സമർത്ഥമായി ഉപയോഗിക്കുന്നത് ഖുർആനിൽ ഇനി നമുക്ക് കാണാം. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.